ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരവസരം കൂടെ തരുന്ന ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നിത്യത എന്നുള്ളൊരു കാര്യമാണ്. ദ എറ്റേണിറ്റി എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കർത്താവ് പിന്നെയും നമ്മുടെ ഹൃദയങ്ങളോടുകൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, നിത്യത എന്നുള്ളത് പറയുന്ന ഒരു കാര്യം ഒറ്റൊരു ദിവസം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ദറ്റ് ഹാപ്പൻസ് ഇൻ എവ്രി ഡിസിഷൻ, എവ്രി ഡേ ഇൻ അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലെ തീരുമാനങ്ങളിലും ഓരോ ദിവസത്തിലെ കാര്യങ്ങളിലും അത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിത്യത. അല്ലാതെ ഒറ്റൊരു ദിവസത്തിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് മാത്രം ആ കാര്യങ്ങൾ അങ്ങനെ ആയിത്തീരുകയില്ല. നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24, ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 24. ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഈ വാക്യത്തിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയും വേണം. അതുകൊണ്ട് 2:24 ശ്രദ്ധിച്ച് വായിച്ചാൽ 2:24. അങ്ങനെ മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. മതി, വായിച്ചാൽ നമ്മളെ read it. You see then that a man is justified by works and not by faith only. എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. Man is justified by work. You see then that a man is justified by works and not by faith only. Our justification is actually by faith. So what's wrong? Justification is by faith, isn't it? ഞാനതാ പറഞ്ഞ ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, മലയാളത്തിൽ വായിച്ചേ. നമ്മളുടെ നീതീകരണം എങ്ങനെയാണ്? അങ്ങനെ മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അപ്പം പ്രവൃത്തിയാൽ ഉള്ള നീതീകരണം എന്ന് യാക്കോബ് പറയുന്ന ഒരു വാക്യം പോലെ നമുക്ക് തോന്നുന്നു, അല്ലേ? അതിൽ എൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ ആ വാക്യത്തിനകത്തൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. നമുക്ക് ചില വാക്കുകളുടെ പുറകോട്ടിറങ്ങി വായിച്ചു നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ ലെറ്റ്സ് റീഡ് ഫ്രോം വേഴ്സ് 21, 21-ാമത്തെ വാക്യം. 21, 22, 23 വാക്യങ്ങൾ. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചപ്പോൾ പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാവുകയും അവന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ ലഭിക്കുകയും ചെയ്തു. അപ്പം അബ്രഹാമിന് കൊടുത്ത പ്രോമിസും ആ അബ്രഹാമിൻ്റെ പ്രോമിസ് എങ്ങനെയാണ് ഉപകാരമായത് എന്ന് യാക്കോബ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയാണ്. അവൻ പറയുന്നത്, അബ്രഹാം വിശ്വസിച്ചതുപോലെ ഐസക്കിനെ യാഗം ചെയ്യുവാനായിട്ട് കൊണ്ടുപോയി. ആ ഒരു കാര്യം, വിശ്വാസവും പ്രവൃത്തിയും അവന് നീതിക്കായിട്ട് കണക്കിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. അപ്പം അതേ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഭാഗം മനസ്സിലാകുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് കോൺട്രഡിക്ഷൻ അല്ലേ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. റോമർക്കെതിരെ ലേഖനം 4-ാം അധ്യായം, റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം തൊട്ട് വായിച്ചു നോക്കാം. 3:27. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 27. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏതടിസ്ഥാനത്തിൽ? പ്രവൃത്തിയാലോ അല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലത്രേ. അതുകൊണ്ട് മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാവുന്നു. ദൈവം ഏകനല്ലോ? വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും അവൻ നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്രേ ചെയ്യുന്നത്. അപ്പം ഇവിടെ ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എംഫസൈസ് ചെയ്യുന്ന ഒരു വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്
നീതീകരിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും രണ്ട് കോൺട്രഡിക്ഷൻ അല്ലേ എന്ന് ചോദിക്കും, വൈരുദ്ധ്യമല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ 28-ാമത്തെ വാക്യം, therefore we conclude that the man is justified by faith apart from the deeds of the law. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അടുത്ത വാക്യം, or is he the God of the Jews only? Is he not the God of the Gentiles? Yes, of the Gentiles also. Since there is one God who will justify the circumcised by faith and the uncircumcised through faith, do we then make void the law through faith? Certainly not. On the contrary, we establish the law. So here അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, അതേ നമ്മളെ നീതീകരിച്ചത് എന്നുള്ളത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളെ നീതിമാൻ എന്ന് എണ്ണിയത് നമ്മൾ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണോ അതോ കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. അതെ, അങ്ങനെയായിരുന്നു നമ്മുടെ വിശ്വാസം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പലപ്പോഴും കണ്ടത്. പക്ഷേ ഇതിടയ്ക്ക് വായിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ഡൗട്ട്, ഇത് അപ്പോസ്തലൻ പൗലോസ്, അതാ ഞാൻ പറയുന്നത്, ഇത് രണ്ട് ഭാഗവും നമ്മൾ ഒരുപോലെ വായിക്കുമ്പോഴാണ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു വിശ്വാസത്താലുള്ള നീതീകരണം, അപ്പോസ്തലനായ അതുപോലെ തന്നെ യാക്കോബ് പറയുന്നു, എന്താണ് അദ്ദേഹം പറയുന്നത് ഇതാണ് പ്രവൃത്തിയാലുള്ള നീതീകരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും രണ്ട് കാര്യങ്ങളല്ലേ എന്ന് നമ്മുടെ മനസ്സിൽ ചോദ്യം. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ എക്സാമ്പിളും സെയിം ആണ്. 4-ാം അധ്യായം താഴ്ത്തു വായിച്ചാട്ട്, ചാപ്റ്റർ 4 താഴ്ത്തു വായിച്ചാട്ട്, Romans chapter 4 verse 1. എന്നാൽ നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ഇതേ വാക്യമല്ലേ നമ്മൾ യാക്കോബിൽ വായിച്ചത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. യാക്കോബ് എന്താണ് പറഞ്ഞത്? അതേ വാക്യം തന്നെയാണ് പറഞ്ഞത്. അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു, അത് തന്നെ അവന് നീതിയായി കണക്കിട്ടു. അതേ വാക്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, പ്രവൃത്തിയല്ല വിശ്വാസത്താലാണ് ഉള്ള നീതീകരണം എന്ന് പറയുന്നു. എന്നിട്ട് അടുത്ത വാക്യം വായിച്ച വേഴ്സ് 4, 4-ാമത്തെ വാക്യം, എന്നാൽ പ്രവർത്തിക്കുന്നവന് പ്രതിഫലം കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. അടുത്ത വാക്യം, എന്നാൽ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നു എങ്കിൽ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇതിന് തെറ്റൊന്നുമില്ല, ഒരു വൈരുദ്ധ്യങ്ങളുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസ് കൃത്യമായിട്ട് പറയുകയാണ്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലമാണ് നമ്മൾക്ക് നീതീകരണം ഉണ്ടായിരിക്കുന്നത്. അത് യാക്കോബും തള്ളി പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, കാലാകാലങ്ങളിൽ നമ്മൾ വിശ്വസിച്ചു എന്നുള്ള ഏക കാരണത്താൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം, അല്ലേ? ഞാൻ വിശ്വസിച്ചല്ലോ, എന്നെ കർത്താവ് നീതിമാനായി എണ്ണിയല്ലോ, അതുകൊണ്ട് എനിക്കിനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരും. അപ്പം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഭാഗമാണ് അടുത്തതായി നമ്മൾ വായിച്ച യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നു, കൊള്ളാം. ആരും അങ്ങനെ വിശ്വസിക്കുന്നു? പിശാചും അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കകത്ത് അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ ഉണ്ടാവണം? പ്രവൃത്തിയും കൂടെ ചേർന്ന് നമ്മൾക്ക് കാണുവാൻ ഇടയായി തീരണം. ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റൊരു വേർഡ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ക്രെഡിറ്റഡ് എന്നുള്ളൊരു വേർഡ് ഉണ്ട് അക്കൗണ്ട്സിൽ, നമുക്കറിയില്ല. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ, ക്രെഡിറ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ നമ്മൾ ഇവിടുന്ന് പൈസ അയക്കും. അപ്പം ചിലപ്പം പറയും, നമ്മുടെ ബാങ്ക് മാനേജറിനോട് ചോദിക്കുകയാണ് പൈസ വന്നോ എന്ന് ചോദിക്കുമ്പം ബാങ്ക് മാനേജർ എന്ത് പറയും? പൈസ ക്രെഡിറ്റഡ്. മലയാളത്തിൽ പറഞ്ഞ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വേർഡ്. അപ്പം ആ വാക്യത്തിനകത്ത് നമ്മൾ വായിച്ച അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വാക്യത്തിൽ ഒരു വേർഡ് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്ത് വേറൊരു വേർഡായിട്ട് നമ്മൾ വായിക്കാൻ പോവുകയാണ്. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ ആ വാക്യം വായിച്ച് റോമർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ ആ വേർഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യം, അബ്രഹാം ബിലീവ്ഡ് ഗോഡ് ആൻഡ് ഇറ്റ് വാസ്, ശരിക്കും അവിടെ എഴുതിയിരിക്കുന്ന അക്കൗണ്ടഡ് ടു ഹിം ഫോർ റൈച്ചസ്നെസ് എന്നാണ്. പക്ഷേ ആ വേർഡിൻ്റെ ആ ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ആ വേർഡ് ഒന്ന് റീപ്ലേസ് ചെയ്ത് ക്രെഡിറ്റഡ് എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ആസ്വദിച്ച് വായിച്ചോണം. അബ്രഹാം ബിലീവ്ഡ് ഗോഡ് ആൻഡ് ഇറ്റ് വാസ് ക്രെഡിറ്റഡ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. So what happens is, when Abraham believed God,
ടു ഹിസ് അക്കൗണ്ട് സംതിങ് വാസ് ക്രെഡിറ്റഡ്. മനസ്സിലായോ? അദ്ദേഹം ഒന്നും ചെയ്തിട്ടല്ല, അദ്ദേഹം പൈസ അയച്ചിട്ടല്ല. നമ്മൾ പൈസ അയക്കുമ്പോഴാണ് നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നത്, അല്ലേ? പക്ഷേ ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടല്ല, കർത്താവ് വിശ്വസിച്ചത് മൂലം എന്ത് കിട്ടി? അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നീതി ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. മലയാളത്തിലെ വാക്യം യാക്കോബിൻ്റെ ലേഖനത്തിൽ നടന്നു വന്നേ. ലെറ്റ്സ് കം ബാക്ക് ടു ജെയിംസ് ചാപ്റ്റർ 4, ജെയിംസ് ചാപ്റ്റർ 2, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ ആ വാക്യം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 23. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. കണക്കിടുകയും എന്ന് ചെയ്യുന്ന വേർഡിൻ്റെ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഞാൻ യൂസ് ചെയ്തത്, ക്രെഡിറ്റഡ് എന്നുള്ള വാക്ക്. ഓക്കെ, വായിച്ചിട്ട് ഒന്നുകൂടെ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലമാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് നിത്യജീവൻ്റെ അവകാശികളാക്കി തീർന്നത് നമ്മളുടെ ഏതെങ്കിലും പ്രവൃത്തികളുടെ ഭാഗമായിട്ടല്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ടത് പറയുന്നു. നമ്മളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലം ഇറ്റ് ഈസ് credited to my account that you have been saved in Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ. അത് കൃത്യമാണല്ലോ, ശരിയാണ്. അപ്പോൾ പിന്നെ യാക്കോബ് എന്താ ഈ പറയുന്നത്? അപ്പോൾ ഈ യാക്കോബ് എന്താ പറയുന്നത്? യാക്കോബ് പറയുന്നത്, നിങ്ങൾ നാട്ടിൽ ഒക്കെ ജീവിച്ചിട്ടുള്ളവരാണല്ലോ, നിങ്ങൾക്ക് ഒരു കാര്യം, കൃഷിഭവനിൽ സബ്സിഡി എന്ന് പറയുന്ന സാധനം കൊടുക്കാറുണ്ട്. സബ്സിഡി, കർഷകർക്ക് സബ്സിഡി കൊടുക്കാറുണ്ട്. അപ്പം ഈ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തേജനത്തിനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അവരെ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട്, ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു തെങ്ങ് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃഷിഭവനിൽ നിന്ന് ആരെങ്കിലും വന്ന് ആ സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് 1,00,000 രൂപ സബ്സിഡി ആയിട്ട് നമുക്ക് തരും. തെങ്ങൊന്നും നട്ടിട്ടില്ല, തെങ്ങ് നടാനുള്ള പ്ലാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെ നിന്ന് എന്ത് തരുന്നു? സബ്സിഡി തരുന്നു. തെങ്ങ് കൃഷി ചെയ്യും, അതിനു വേണ്ടിയുള്ള സബ്സിഡി തരുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അത്ര എളുപ്പമായിരിക്കില്ല, പക്ഷേ എന്നാൽ അവർ നമുക്ക് സബ്സിഡി ആയി തരുന്നു. അത് നമ്മുടെ അക്കൗണ്ടിൽ 1,00,000 രൂപ വന്നു ചേരുന്നു. എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ആകെപ്പാടെ ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഞാൻ ചെയ്യാം, ഞാനെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വ്യക്തി ഇനി മുമ്പോട്ട് ഇതൊന്നും ചെയ്യുന്നില്ല, മുമ്പോട്ടൊന്നും കൃഷിയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ പലരും ഈ കൃഷിഭവനിൽ നിന്ന് പല പൈസയും എടുത്തേച്ച് ഒരിക്കലും ഇതൊന്നും വെച്ചിട്ടില്ല, നമുക്കതറിയാം അല്ലേ? പലപ്പോഴും അത് ചെയ്തിട്ടില്ല. അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അവരാകും അവരുടെ മനസ്സിലുള്ള എന്താ, ഈ ഗവൺമെൻറ് എന്തെങ്കിലും ഇത് എഴുതി തള്ളും എന്നുള്ളൊരു ചിന്തയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ രക്ഷ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രെഡിറ്റ് ചെയ്ത് തന്നു. ശരി, പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ ആ ക്രെഡിറ്റ് ചെയ്തപ്പോൾ നമ്മളെ പൂർണ്ണമായും നമ്മളുടെ വിശ്വാസം ജെനുവിനാണെന്നുള്ള നിലയിൽ തന്നെയാണ് കർത്താവ് തന്നത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ, എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ആ കൃഷിഭവന് നമ്മൾ എന്നിട്ട് പറയുകയാണ് ഞാൻ റബ്ബർ കൃഷി അല്ലെങ്കിൽ തെങ്ങ് കൃഷി ചെയ്യാനാണ് എന്നുള്ള പൂർണ്ണ അർത്ഥത്തിലാണ് അത് നമുക്ക് തന്നത്. പക്ഷേ അതല്ലാത്ത പക്ഷം ഒക്കെ വായിക്കാം. 26-ാമത്തെ വാക്യം, 2:26. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാവുന്നു. ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് ടു ബി അലൈവ്. വിശ്വാസം ഈ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പ്രവൃത്തി ചെയ്യുവാനായിട്ടുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ തന്നെയാണ്, ഇനി മുമ്പോട്ട് കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ മാത്രമുള്ള താല്പര്യത്തോടുകൂടെ തന്നെയാണ് കൈപൊക്കിയതും ഏറ്റുപറഞ്ഞതും ഒക്കെ. അല്ലാതെ അവിടെ വെച്ച് ഒരു കളിപ്പീരിൻ്റെ പ്രസ്ഥാനമായിരുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ യാക്കോബ് പറയുകയാണ്, വളരെ ക്ലിയറാണ്. സോ ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ് ഓൾസോ, ഈസ് ഡെഡ് ഓൾസോ അല്ലേ? അപ്പം അബ്രഹാം കർത്താവിന് വിശ്വസിച്ചു. അബ്രഹാം ഇപ്പം ഞാൻ വിശ്വസിച്ച ഈ കർത്താവിനൊന്നും അറിയത്തില്ല, ഞാൻ പറയുന്നതെല്ലാം സ്നേഹിക്കുന്നില്ലേ, വളരെ സ്നേഹമുള്ളതല്ലേ, സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. ഞാൻ കർത്താവിനോട് എന്ന് പറഞ്ഞ കർത്താവ് അതങ്ങ് വിശ്വസിക്കും. പക്ഷേ ഞാൻ പോകത്തില്ല, ഞാൻ ചെയ്യത്തില്ല എന്നുള്ള
ഒരു രീതിയിലുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് പൂർണ്ണ ബോധ്യത്തോടുകൂടെ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ കഴിവൊന്നും ഇവിടെ കർത്താവ് ചോദിച്ചില്ല. നിങ്ങൾ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, നീ എന്നിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ. നമ്മളുടെ അക്കൗണ്ടിൽ രക്ഷ ക്രെഡിറ്റ് ചെയ്ത് തന്നു, നീതീകരണം ക്രെഡിറ്റ് ചെയ്ത് തന്നു, കർത്താവിൻ്റെ നീതി നമുക്ക് തന്നു, ഒക്കെ തന്നു. പക്ഷേ അത് കർത്താവിനെ കളിപ്പിക്കാനായിരുന്നില്ല. അപ്പോൾ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ കളിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, യു സീ ദെൻ ദാറ്റ് എ മാൻ ഈസ് ജസ്റ്റിഫൈഡ് ബൈ വർക്ക്സ് not by faith only. Don't forget that the faith will follow and automatically works. But when I don't see works, I have to question the faith. മനസ്സിലായോ? നിങ്ങളിൽ പ്രവൃത്തി കാണാതിരിക്കുമ്പോൾ ഞാൻ എന്ത് ചോദ്യം ചെയ്യും? നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യും. Hallelujah. God's word is not contradictory. God's word is affirming it. That, yeah, Abraham believed God. Yes, that's not what it is. It's just not only the instance and following by, there is works, which is the works of obedience. ഓരോ പ്രോമിസുകൾ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അബ്രഹാം ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴാണ് പറഞ്ഞത്, യെസ്, വട്ട് എവർ ഐ സെഡ് ഇറ്റ് വിൽ ഹാപ്പൻ. അത് റീഅഫേം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും, നേഷൻസ് വിൽ ബി ബ്ലസ്ഡ് ത്രൂ യുവർ സീഡ് എന്ന് ഓരോ കാര്യങ്ങളും അനുസരണത്തിൽ കൂടെ അഫേം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വിശ്വസിക്കണോ? തീർച്ചയായിട്ടും. വിശ്വാസമൂല്യമാണോ? എല്ലാം തീർച്ചയായിട്ടും. പക്ഷേ ദാറ്റ് ഓൾസോ ഫോളോസ് വർക്ക്സ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ വൈരുദ്ധ്യങ്ങളില്ല, കൃത്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഈ നിത്യത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോൺസെപ്റ്റ്, but there should be an action in our life. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? അപ്പം നിത്യത എന്ന് പറയുന്നത്, ഞാൻ നിത്യത എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു ആൻഡ് ദെൻ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിലെ ഓരോ ഡിസിഷൻസും ടുവേർഡ്സ് ദാറ്റ് ഡയറക്ഷൻ. അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതും കൂടെ തമ്മിൽ ഒന്നിച്ചു പോകുന്നില്ലെന്ന് യാക്കോബ് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് റീഡ് യാക്കോബിൻ്റെ ചില പ്രാക്ടിക്കലായിട്ടുള്ള, യാക്കോബ് വളരെ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ എഴുതുന്നത്. യാക്കോബ് ആയിരുന്നു നമുക്കറിയാം, കർത്താവിൻ്റെ അർദ്ധ സഹോദരനായിരിക്കുന്ന യാക്കോബ്, അദ്ദേഹം ഒടുവിൽ വരെ യെരുശലേമിൽ കർത്താവിന് വേണ്ടി നിന്ന കർത്താവിൻ്റെ ദാസനാണ്. ഈ കർത്താവിൻ്റെ ദാസൻ കൂടുതലും യഹൂദന്മാരോടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം യഹൂദന്മാരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത് 12 ട്രൈബ്സിനാണ്, ഡിസ്പേഴ്സ്ഡ് ഇൻ ഇവിടെ ഇരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ടു ദ 12 ട്രൈബ്സ് വിച്ച് ആർ സ്കാറ്റേർഡ് അബ്രോഡ്. വായിച്ചാട്ട് 1:1. ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ് എഴുതുന്നത്, പലയിടങ്ങളായി ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ, യഹൂദന്മാർക്ക് വേണ്ടി യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായിട്ടുള്ള 12 ഗോത്രത്തിലുള്ള പലരും ചിതറിപ്പാർക്കുന്ന അവരോടാണ് ഈ യാക്കോബി ലേഖനങ്ങൾ എഴുതുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം എഴുതുമ്പോൾ പറയുകയാണ്, അദ്ദേഹം ഡോണ്ട് ഗെറ്റ് ഡിസീവ്ഡ് യുവർ സെൽഫ്. നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. യാക്കോബ് അപ്പോസ്തലനായ പൗലോസ് അതേ ലേഖനം എഴുതുന്നു, ഡോണ്ട് ഗെറ്റ് ഡിസീവ്ഡ് എന്ന് പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റ്സും അപ്പോസ്തലനായ പൗലോസും എഴുതുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂഢസ്വർഗത്തിലാകരുത്. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ ആവും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. യു ഹാവ് ടു ബി വാട്ട് യു ആർ സേയിങ് യു വോണ്ട് ടു ബി. നിങ്ങൾക്ക് യു ഹാവ് ടു ട്രൈ ടു ബി ദാറ്റ് വേ, ഓർ യു വോണ്ട് ടു ടേക്ക് എ ഡിസിഷൻസ് ടു ബി ദാറ്റ് വേ, ഓർ വാക്ക് ദാറ്റ് വേ. ലെറ്റ് us read this verse, chapter 1, 1-ാം അധ്യായത്തിൽ. ഐ എം ലീവിങ് ദ ഫസ്റ്റ് 19 വേഴ്സ് ബിക്കോസ് അത് നമ്മൾ പലപ്പോഴും നോക്കിയിട്ടുള്ളത് കൊണ്ട്. ലെറ്റ്സ് ഗോ ടു വേഴ്സ് 21, 21-ാമത്തെ വാക്യം. 21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ള ഉൾനട്ടതായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എന്ത് കൈക്കൊള്ളണമെന്ന്? വചനം, ഉൾനട്ടതായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. Can you read in English, please? Therefore lay aside all filthiness and overflow of wickedness, and receive with meekness the implanted word which is able to save your souls. So, yes, കർത്താവ് നമ്മളെ രക്ഷിച്ചതാണ്. പക്ഷേ ഇവിടെ എന്തായിരിക്കുന്നു? ടു സേവ് യുവർ സോൾസ്. അപ്പം നമ്മൾ പലപ്പോഴും ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ പറഞ്ഞു, നാട്ടിലെ ആ പ്രശ്നം, ഈ പ്രശ്നം, ആ പ്രശ്നമൊക്കെ. എന്താണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം? കർത്താവ് പറഞ്ഞ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ബാധകമല്ലാത്ത രീതിയിൽ നമ്മൾ പോയി ഇതിനകത്തുനിന്നൊക്കെ ഇമ്മ്യൂൺ ആകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആകത്തില്ല. മൂഢസ്വർഗത്തിലാകരുത്.
യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ടു സേവ് മൈ സോൾ, ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ സൗമ്യതയോടെ ഞാൻ ഏറ്റുകൊള്ളണം. സൗമ്യതയോടെ ഏറ്റുകൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നല്ലൊരു ബൈബിളും ഞാൻ മേടിച്ച് ഞാൻ കവറിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ, ഞാൻ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു, ഞങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ വീട്ടിലെ അമ്മച്ചി ഈ ഒരു ബൈബിൾ കൊണ്ടുവന്ന് തലക്കണ വെക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? രാത്രിയിൽ ദുർസ്വപ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അമ്മച്ചി കൊണ്ടുവന്നൊരു നല്ലൊരു പഴയ നിയമവും പുതിയ നിയമവും കൊണ്ടുള്ളൊരു ബൈബിൾ അവിടെ കൊണ്ട് തലയിൽ ബൈബിൾ വന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിശാച് വരത്തില്ലെന്നാണ് അമ്മച്ചി വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അത് അങ്ങനെയല്ല. നടുക എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിക്കണം, ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കണം, നമ്മളുടെ ജീവിതത്തിൻ്റെ ചിന്തകളായി തീരണം. ഒരു വാക്യമേ നമ്മൾ വായിച്ചോളെന്നുള്ളെങ്കിലും അതിനെക്കുറിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ കണ്ണുകളെ തുറക്കുമാറാകണം, സോ ദാറ്റ് ഐ മേ ഒബേ യുവർ വേർഡ്. എൻ്റെ പാതയ്ക്ക് ദീപവും പ്രകാശവുമായി തീരണം, സോ ദാറ്റ് ഐ ക്യാൻ സീ ഹൗ ടു ടേക്ക് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കാണുവാൻ തക്കോണം ദൈവമേ എന്നെ സഹായിക്കണം. അടുത്ത വാക്യം വായിച്ചായിട്ട് നെക്സ്റ്റ് വേഴ്സ് 22 വേഗം വായിച്ചു പോവാം പ്ലീസ്. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ പ്രവർത്തിക്കുന്നവരായി ഇരിപ്പി. എന്തെന്നാൽ ഒരുവൻ വചനം കേൾക്കുന്നവനെങ്കിലും പ്രവർത്തിക്കാതിരുന്നാൽ അവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് തുല്യനാവുന്നു. അവൻ സ്വന്തം രൂപം കാണുകയും താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുകയും ചെയ്യുന്നു. നമ്മൾ ഈ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കുമ്പോൾ നോക്കും, ഓ മുടിയൊക്കെ വെളുത്തു അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും അല്ലേ. അല്ലെ മുടിയൊക്കെ പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനെക്കുറിച്ച് നമുക്ക് ഒത്തിരി കൺസേൺഡ് അല്ലേ. നമ്മുടെ ഷേപ്പൊക്കെ മാറുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ. പക്ഷേ ദൈവവചനം വായിച്ചിട്ട് conveniently forget it. Just forget it. Nothing will happen, brother, because you are reading God's word. Don't get deceived. കേൾക്കുക മാത്രമല്ല, be doers. Doing God's word. ബസാക്ക് എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നത് മാത്രമേ പ്രസംഗിക്കാറുള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്കിത് ചെയ്യാനും എടുക്കാനും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിത് പറയുന്നത്? വി ആർ നോട്ട് ഹിയർ ഓൺ എ ഡിബേറ്റ് ക്ലാസ്, വി ആർ നോട്ട് ഹിയർ ഓൺ എ കോമ്പറ്റീഷൻ, വി ആർ നോട്ട് ഹിയർ സെയിങ് നൈസ് ഐഡിയാസ്. ഞാനിത് പറഞ്ഞേച്ച് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബെയറിങ് ഈ വാക്യത്തിനെക്കുറിച്ചുണ്ടോ? എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? അദ്ദേഹം പറയാണ്, നിങ്ങളത് കേട്ടേച്ച് ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറുന്നത് കാണുമ്പോഴും കണ്ണാടി കണ്ടേച്ച് അതുപോലെ പോകുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വളരെ വയസ്സാണ്, നമ്മൾ മുടി ചെയ്യുന്നു, നമ്മളെ തന്നെ അലങ്കരിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ കൺവീനിയൻ്റ്ലി ഫൊഗറ്റ് ചെയ്യുവാണെങ്കിൽ യു ആർ ഡിസീവിങ് യുവർ സെൽഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത വാക്യം, എന്നാൽ സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണം ശ്രദ്ധയോടെ നോക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. യു വിൽ ബി ബ്ലസ്ഡ്. അപ്പം എങ്ങനെയാ ബ്ലസ്ഡ് ആവുന്നേ? കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ യു വിൽ ബി ബ്ലസ്ഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പറയാണ്, അദ്ദേഹം പറയാണ് ദാറ്റ് ഇത് നീ കേൾക്കണം, അത് നീ ചെയ്യണം, യു വിൽ ബി ബ്ലസ്ഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അദ്ദേഹം അടുത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, താഴോട്ട് വായിച്ചാട്ട് 1:26, നിങ്ങളിൽ ഒരുവൻ താൻ ഭക്തനെന്ന് നിരൂപിച്ച് തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഇരുന്നാൽ തന്റെ ഹൃദയത്തെ വഞ്ചിക്കുന്നു. വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം, നാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് നമ്മളെല്ലാവരും ഉൾപ്പെടും കേട്ടോ. നമുക്കെല്ലാം ഈ പ്രോബ്ലം ഉണ്ട്. നമ്മൾ നാവിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹം അത് സമ്മതിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു, എല്ലാത്തിനെയും മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ ഷിപ്പിനെയും അതേപോലെ തന്നെ കുതിരയും ഒക്കെ അതിനൊക്കെ. പക്ഷേ ഈ നാവിനെ മാത്രം ആരെങ്കിലും നമുക്കിട്ട് ഇച്ചിരി പണി തന്നാൽ തിരിച്ച് 2 പറയാതെ നമുക്ക് സമാധാനം വരത്തില്ല അല്ലേ. നമുക്കങ്ങോട്ട്
തിരിച്ചെന്തെങ്കിലും രണ്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ അല്ലേ. പക്ഷേ അദ്ദേഹം പറയുന്നത് 3-ാം അധ്യായത്തിൽ, യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 3:8. എന്നാൽ നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്ത വാക്യം, അത് നിയന്ത്രിക്കുവാനാവാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത്. അതേ നാവിനാൽ നാം കർത്താവും പിതാവുമായവനെ So it സ്തുതിക്കുന്നു. says it's a poison. Actually, I don't know how far you realize that. It's a lot of poison can come out of it. വളരെ മനോഹരമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നല്ലൊരു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ഭക്ഷണം ഇങ്ങനെ നമ്മൾ എല്ലാവരും വളരെ ആർത്തിയോടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ നിന്നിട്ട് പറയാം, ഇതിനകത്ത് ഉപ്പില്ലായിരുന്നില്ലയോ അല്ലേ, തീർന്നില്ലേ? എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയാ, ഉപ്പ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ അല്ലേ, ആ ഒരു തോട്ട് വന്നില്ലേ, ആ മനോഹരമായ ഭക്ഷണത്തെ ഇല്ലാതാക്കാൻ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തീർത്തു. അതേപോലെ പല കാര്യങ്ങളും. അപ്പം ചെറിയൊരു സംഭവമാണെങ്കിലും ഇതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും നമുക്ക് എക്സ്പീരിയൻസ് നമ്മളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അത് പറയുന്നത് ഇറ്റ്സ് ഫുൾ ഓഫ് പോയ്സൺ, ഇറ്റ്സ് പോസിബിൾ. പക്ഷേ ആ പോയ്സൺ അവിടെ കൊണ്ട് തീരുകയല്ല സിസ്റ്ററുകളെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വാക്യം, തൊട്ടടുത്ത വാക്യം വായിച്ചാട്ടെ. അതേ നാവിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യരെ ശപിക്കുകയും ചെയ്യുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് ഉചിതമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പും ഉള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? എന്റെ സഹോദരന്മാരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് പഴമോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴമോ കായ്ക്കുവാൻ കഴിയുമോ? എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇത് വരുന്ന സോഴ്സ് കറപ്റ്റാണെന്നാണ് പറയുന്നത്. ഈ നാവിൻ്റെ, അപ്പം നാവെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പലപ്പോഴും നാവ് നമ്മൾ വിദ്വാനാണെങ്കിൽ നമ്മളതിനെ മൂടി വെക്കും അല്ലേ. മൗനമായി ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല എന്താ സിറ്റുവേഷൻ, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നതെന്ന് ഒരിക്കലും അറിയത്തില്ല. അതുകൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നവരെ നമുക്ക് അസസ് ചെയ്യാൻ വലിയ പാടാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് എളുപ്പം അസസ് ചെയ്യാം, എന്താണെന്നുള്ളത് പുറത്ത് വരും. പക്ഷെ ഒന്നും പറയാത്തവരെ അസസ് ചെയ്യാൻ വലിയ പാടാണ്, കാരണം ഇതിനകത്ത് എന്താ ഇരിക്കുന്നത് അറിയില്ല. പക്ഷേ നമ്മൾ നാവിൽ നിന്നും പുറത്തു വരുന്ന പല കാര്യങ്ങൾ, ഹൃദയത്തിൽ നിന്നും പ്രത്യേകിച്ചും അറിയാതെ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഓവർഫ്ലോയാണ്. ഓവർഫ്ലോ എന്ന് പറയുന്നത് മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നിറഞ്ഞിട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഈ നമുക്ക് നിങ്ങൾ കണ്ടു കാണും, ഈ ടാങ്കിനൊക്കെ ഒരു ഓവർഫ്ലോ വെച്ച് കാണും. എന്ന് വെച്ചാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അത് മൊത്തം ഒരു ഫ്ലഡിങ് ആയി തീരും. അതുകൊണ്ട് ഓവർഫ്ലോ ചെയ്ത്, അപ്പോൾ അങ്ങനെ ഓവർഫ്ലോ ആണ് ഈ ടങ്സ്, ഈ മൗത്ത് ദൈവം വെച്ചേക്കുന്നത്. അപ്പോൾ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു വരുമ്പോഴത്തേക്ക് പുറത്തോട്ട് വരുന്ന പല കാര്യം കെയർലെസ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് എവറി കെയർലെസ് വേർഡായിട്ട് നമ്മൾ പറയുന്നത്. കെയർഫുൾ വേർഡ് നമ്മൾ വളരെ കെയർഫുള്ളാണ്, പക്ഷേ എവറി കെയർലെസ് വേർഡിനാണ് നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ടത്. കെയർഫുള്ളിനകത്ത് നമ്മൾ പ്രശ്നമില്ല, നമ്മൾ കറക്റ്റായിട്ടാണ് പറയുന്നത്. പക്ഷേ കെയർലെസ് വേർഡായിട്ട് ഇപ്പോൾ ചിലപ്പം പറയാറുണ്ട്, നമ്മളിങ്ങനെ പറയുന്നത്, എന്തിനാണോ ഇപ്പോൾ ഇങ്ങോട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഞാനങ്ങ് തീർന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്നെ ആരാണോ സൃഷ്ടിച്ച്, എന്തൊക്കെ വാക്കുകളാണ്. പക്ഷെ അതൊക്കെ പറയുന്നത് നമ്മുടെ അതിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ നോക്കുമ്പോൾ പല കയ്പും നിറഞ്ഞ ഒരു പാത്രത്തിനകത്തു നിന്നാണ് ഇത് കടന്നു വരുന്നതെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. മനസ്സിലായോ? പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാകണം, either we take it seriously and correct and clean the tank, or we say, brother, I can do it, this is normal, എൻ്റെ റൈറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ആവരുത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്, അല്ലെങ്കിൽ യാക്കോബ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും കയ്പും മധുരവും ഒന്നിച്ചു വരുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ശരിയല്ല കേട്ടോ. അപ്പോൾ അത് വേറെ ആരും നമ്മുടെ അടുക്ക വന്ന് പറയാൻ നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുവെങ്കിൽ ലെറ്റ് us correct ourselves. അടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. വേറൊരു ടോപ്പിക്കാണ് അദ്ദേഹം പറയുന്നത്. 27, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ
അനാഥരെയും വിധവമാരെയും അവരുടെ കഷ്ടതയിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ സ്വയം കാത്തു സൂക്ഷിക്കുന്നതുമാവുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകളൊന്നും നമ്മൾ അങ്ങനെ സ്ട്രെസ് ചെയ്ത് പോകാറില്ല. കാരണം പലപ്പോഴും നമ്മുടെ വിചാരം വിശ്വാസം മാത്രം മതിയല്ലോ, നമുക്ക് പ്രവൃത്തി ഒരു വിഷയമല്ലല്ലോ. അപ്പം ഓർഫൻ അവിടെ നിന്നോട്ടെ, വീടോ അങ്ങനെ നിന്നോട്ടെ, എന്തായാലും കർത്താവ് നമ്മളെ കൊണ്ടുപോകുമല്ലോ. അപ്പോസ്തലൻ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്, സി പ്യോർ ആൻഡ് undefiled religion before God and the Father is this, to visit orphans. വായിച്ചാട് മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ കഷ്ടതയിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ സ്വയം സൂക്ഷിക്കുന്നതുമാവുന്നു. എത്ര വിധവയെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു, എത്ര അനാഥനെ നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ആ കാര്യത്തിൽ നമുക്കൊന്ന് ഇൻവോൾവ് ആകാൻ പറ്റി. ഇതിൽ നിന്ന് നമുക്ക് ബാധിക്കുന്ന വിഷയങ്ങളല്ലേ? മനസ്സിലായോ? നമ്മൾ ആദ്യം പറയുന്ന റോമർ പുസ്തകം മാത്രമേ നമ്മൾ വായിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അച്ചറ്റ് യാക്കോബ് ചോദിക്കുന്നത് ഈ കാര്യം എങ്ങനെയാ? ദിസ് ഈസ് ഓൾസോ വിച്ച് ഈസ് പ്ലീസിങ് ടു ഗോഡ്. നമ്മൾ വിചാരിക്കും ഇത് യാക്കോബിൻ്റെ മാത്രം കൺസേൺ ആണെന്ന്. ലെറ്റ് us read 1 Timothy chapter 5 verse 4, verse 3 and 4. യഥാർത്ഥ വിധവന്മാരായിരിക്കുന്നവരെ മാനിക്കുക. എന്തെങ്കിലും വിധവയ്ക്ക് മക്കളും കൊച്ചുമക്കളും ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിക്കുവാൻ അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാനും പഠിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാവുന്നു. ദൈവസന്നിധിയിൽ പ്രസാദകരമായ ഒരു കാര്യമാണ് മക്കളും കൊച്ചുമക്കളും. ആരെ നോക്കണ്ടേ? ആരുടെ അനക്കമില്ല. ബാക്കി ഒന്നുകൂടെ വായിച്ച്, സോറി പ്ലീസ്. എന്തെങ്കിലും വിധവയ്ക്ക് മക്കളും കൊച്ചുമക്കളും ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിന്റെ ഭക്തി കാണിക്കുവാൻ അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കും. അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം. അപ്പം നമ്മൾ വേണമെങ്കിൽ പറയും പ്രത്യുപകാരം നമുക്ക് ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലോ, പ്രത്യുപകാരം ചെയ്യണ്ട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് പോകണം. But the judge is God, my dear brothers and sisters. For this is good and acceptable before God. Can you read in English? This is also applicable in the newer generations. Yeah, വായിച്ചാൽ വേഗം വായിച്ചേ. Verse 4, yeah. Honor widows who are really widows, but if any widow has children or grandchildren, let them first learn to show piety at home and to repay their parents. Children only or grandchildren also? Children or grandchildren. Or grandchildren. So the responsibility not only for children but also for grandchildren. What can we do? We need to know ourselves. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? We need to check ourselves. Maybe a call. ഒരു പക്ഷെങ്കിൽ ഒരു ഫോൺ വിളിക്കുന്നതായിരിക്കും. Maybe you send some money. Maybe you buy something. I don't know. Each one need to do. But you need to do. This is acceptable, good and acceptable before God. ദൈവത്തിൻ്റെ മുമ്പാകെ പ്ലീസിങ് ആണ്. 2 വാക്യം താഴോട്ട് വായിച്ചാൽ verse 6. എന്നാൽ സുഖഭോഗ ജീവിതം, verse 8, 8ാമത്തെ വാക്യം. തനിക്കുള്ളവരോട് പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തോടും കരുതലില്ലാത്തവൻ വിശ്വാസം തള്ളിക്കളയുകയും അവിശ്വാസത്തെക്കാൾ വഷളനായി തീരുകയും ചെയ്യുന്നു. അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. If anyone does not provide for his own, especially for those of his household, he has denied the faith. നമുക്ക് ഡിനൈഡ് ദ ഫെയ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിചാരം എന്തുമാത്രമാണ്? നമ്മുടെ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിനൈ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിലാകുന്നത്. കാരണം കർത്താവ് യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലായിരിക്കുന്നു, നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നു. ഇത് നമ്മുടെ ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഡിനൈ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ മനസ്സിലെ ഡിനൈഡ് ദ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഡിനൈഡ് ദ ഫെയ്ത്ത് മീൻസ് യു ആർ നോട്ട് ഫോളോയിങ് ദ ഫെയ്ത്ത് വിച്ച് ഗോഡ് യു ഹാവ് പുട്ട് ഇൻ ദ ബിഗിനിങ്. This is what I said. God credited to your account something thinking that you will do these things. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? കൃഷിഭവനിൽ നിന്ന് ലോൺ സബ്സിഡി കിട്ടിയപ്പോൾ
അവർക്കറിയാം ഈ കർഷകൻ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യും മുമ്പോട്ട് എന്നുള്ളൊരു വിശ്വാസത്തിലായി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ കർത്താവിനെ വിശ്വസിച്ചതുപോലെ കർത്താവും തിരിച്ച് നമ്മളെ വിശ്വസിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെൻ ഐ സെ ഡിനൈഡ് ദ ഫെയ്ത്ത് ടു കൃഷിഭവൻ എന്ന് പറയുന്നത് എന്താ? ദാറ്റ് മീൻസ് ഐ ഡോണ്ട് ഡു എനിത്തിങ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ് യു ആർ ഡിനൈയിങ് ദ ഫെയ്ത്ത്. വൈ? ഹൗ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും തള്ളി പറഞ്ഞില്ലല്ലോ. ഇത്രയും മാത്രമേ നീ ചെയ്തുള്ളൂ. നിൻ്റെ വല്യമ്മച്ചയെ നീ നോക്കിയില്ല, നിൻ്റെ വല്യപ്പച്ചനെ നീ നോക്കിയില്ല എന്നൊരൊറ്റ കാര്യം മതി. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അതോ എൻ്റെ ബൈബിൾ മാത്രമേ ഉള്ളൂ ഇത്? റൈറ്റ്? നിങ്ങൾ സാധാരണഗതി ഇത് കേൾക്കാറില്ല. ബിക്കോസ് ദിസ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ഓട്ടോമാറ്റിക്കലി കം ഇൻ അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി. ബട്ട് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദീസ് ആർ അവർ റെസ്പോൺസിബിലിറ്റീസ്. ഒരിക്കലും നമ്മൾ ഷൈ അവേ ചെയ്ത് പോകാൻ പറ്റില്ല. These are some things which we have to take care of it. അതുകൊണ്ട് if anyone does not provide for his own, especially for this of us all, he has denied the faith and is worse than the unbeliever. But തിമോത്തിയോട് അഡ്രസ്സ് ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇൻ കേസ് ഇവരാരും ഇല്ലെന്ന് വിചാരിക്കട്ടെ, പിന്നെ ആര് നോക്കും? സഭയിലുള്ള ഈ വ്യക്തി, ഇങ്ങനൊരു വ്യക്തിക്ക് ഇങ്ങനെയോ മക്കളോ കൊച്ചുമക്കളോ ആരും ഇല്ലാത്തൊരു കേസാണ്. അങ്ങനെയാണെങ്കിൽ ആര് നോക്കും? സഭ നോക്കണം. സഭ നോക്കണം. അതുകൊണ്ട് സഭയെ നിങ്ങൾ ബേർഡൻ ചെയ്യരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്നാണ് അപ്പോസ്റ്റലന്മാർ പറഞ്ഞു പഠിപ്പിച്ചത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പം ലെറ്റ്സ് ഗോ ബാക്ക് ടു ജെയിംസ് ചാപ്റ്റർ 1. അതുകൊണ്ട് ദ പ്യൂർ ആൻഡ് അൺഡിഫൈൽഡ് റിലീജിയൻ ബിഫോർ ഗോഡ് ആൻഡ് ദ ഫാദർ ഇസ് ദിസ്, ടു വിസിറ്റ് ഓർഫൻസ് and widows in their trouble, and to keep oneself unspotted from the world. ലോകത്തിലെ കളങ്കമില്ലാതിരിക്കുക. So let us read, brothers and sisters, our faith. ഞാൻ പറഞ്ഞല്ലോ eternity എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുമ്പോൾ you have to understand, we also need to read books like book of James. ഈ ലെറ്റർ നമ്മൾ വായിക്കുന്ന നമ്മൾ മനസ്സിലാകും there are other concerns. ഇതും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ആൻഡ് ചാപ്റ്റർ 2 രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു മേജറായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേവറിറ്റിസം, പാർഷ്യാലിറ്റി. ദൈവസഭയിൽ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. വരുമ്പോഴേക്കും ഒരു പക്ഷെങ്കിൽ താലന്തുള്ളവരായിരിക്കാം. ഞാൻ പലപ്പോഴും സൺഡേ സ്കൂളിൽ എംഫസൈസ് ചെയ്യാറുള്ളൊരു കാര്യം, വൈ വി ഡോണ്ട് എൻകറേജ് കോമ്പറ്റീഷൻ ഇൻ ദ സൺഡേ സ്കൂൾ ഈസ് ബിക്കോസ് that we don't want to say that okay one child ഒരു പക്ഷെങ്കിൽ അധികം ഐക്യമുള്ളൊരു കുട്ടിയായിരിക്കാം, അവൾക്കൊരു പക്ഷെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. ബട്ട് ദാറ്റ് നീഡ് നോട്ട് ബി എ ഗോഡ്ലി ചൈൽഡ്. റിമെമ്പർ, അവർ IQ level is not equal to godliness. Some of the smart kids are not godly. ദൈവസന്നിധിയിൽ നമ്മളായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജോലികൾ ഒരുപക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് ഗോഡ് ഹസ് ഗിവൺ അസ് ഗുഡ് ജോബ്സ്, പ്രൈസ് ഗോഡ്. ദൈവം ഇല്ലാത്തവർക്ക് ദൈവം ജോലി തരട്ടെ, അതൊക്കെ നല്ല കാര്യം നമ്മൾ ചെയ്യും. അപ്പോൾ ആയിരിക്കുമ്പോൾ തന്നെ അത് ബേസ് ചെയ്തല്ല സഭയിലെ ഒരു ഫംഗ്ഷന് ദൈവം കൊടുത്തത്. അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും രണ്ടു പേർക്കും ഇത് കൊടുത്തത്. പത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മുക്കുവനായിരുന്നു. ഹി ഡിഡ് നോട്ട് സ്റ്റഡി എ ലോട്ട്. പൗലോസ് നല്ലതായിട്ട് പഠിച്ചായിരുന്നു, ഫ്രം എ റിച്ച് ഫാമിലിയാണ്, നല്ലൊരു സിറ്റിസൺഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദേ ബോത്ത് ആർ സെയിം ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ മുമ്പിൽ ആർക്കും ഒരു ഫേവറിറ്റിസം ഇല്ല. എന്താണ് ഫേവറിറ്റിസം ഇല്ല എന്ന് പറയാൻ കാരണം കർത്താവിൻ്റെ ന്യായപ്രമാണം അവിടെ എഴുതിയിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. മുഖപക്ഷം കാണിച്ചാലോ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ആർക്കും ദൈവം പാർഷ്യലല്ല. കാരണം അങ്ങനെ ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്നെങ്കിൽ ആദ്യം ദൈവം തന്നെ പാപം ചെയ്യുമെന്ന് പറയേണ്ടി വരും. സോ ഗോഡ് ഈസ് നോട്ട് പാർഷ്യൽ ടു എനി വൺ. സോ ദ സെയിം തിങ് അദ്ദേഹം പറയാണ്. ചർച്ചിലോട്ട് വരുമ്പോൾ ധനവാനായ മനുഷ്യൻ വന്നേക്കാം, പാവപ്പെട്ടവർ വന്നേക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ദം ഓൾ ആസ് സെയിം. എല്ലാവർക്കും ഒരേപോലെയുള്ള പ്രിഫറൻസുകൾ ദൈവസഭയിൽ കൊടുക്കണം. കാരണം അത് പറയുന്നത് ഇൻഫാക്ട് യു ഹാവ് ടു റിയലി മോർ റെസ്പെക്ട് ദി പുവർ പീപ്പിൾ. വൈ? കാരണം ദേ ആർ മോർ റിച്ച് ഇൻ ഫെയ്ത്ത്. പലപ്പോഴും അധികം പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവിൽ അധികം ഡിപ്പെൻഡ് ചെയ്യുകയും അധികം കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരായി കാണുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് അവരോട്. സോ
ഓൾവേസ് റിമെമ്പർ വൺ തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ നിത്യത എന്ന് പറയുമ്പോൾ ഓൾവേസ് ഇൻ അവർ ഡെസിഷൻസ് കർത്താവെ ഇംപാർഷ്യലായിട്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ആ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക് ക്വിക്ക്ലി ടു വൺ മോർ വേഴ്സ്, ചാപ്റ്റർ 3 മൂന്നാം അധ്യായത്തിൽ വേഴ്സ് 13 1 തൊട്ട് 12 വരെ വാക്യങ്ങൾ നമ്മൾ ഒരൊറ്റ വാക്യത്തിൽ നോക്കിയല്ലോ. ലെറ്റ്സ് വേഴ്സ് 13 13ാമത്തെ വാക്യം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായ ആയവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടും നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്കു പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ബിറ്റർ എൻവി ആൻഡ് സെൽഫ് സീക്കിംഗ് ഇൻ യുവർ ഹാർട്ട്, പല രോഗങ്ങളുടെയും കാരണമാണ് ഇത്. ബിറ്റർ എൻവി ആൻഡ് സെൽഫ് സീക്കിംഗ്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ വി ഓൾ റീഡ് വിക്കിപീഡിയ ആൻഡ് ഓൾ, ഇറ്റ് വിൽ നോട്ട് ബി ദെയർ, ബട്ട് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഹിയർ. നമ്മുടെ ജീവിതത്തിൽ ഈ മറ്റുള്ളവരുടെ ബിറ്റർനെസ് സൂക്ഷിക്കാതിരിക്കുക. കർത്താവിൻ്റെ അടുക്കൽ നിന്നും അത്ര എളുപ്പമല്ല പലതും നമുക്ക് മറക്കാൻ. കർത്താവിൻ്റെ അടുക്കൽ കൃപ ചോദിക്കണം, കർത്താവെ എന്നെ സഹായിക്കണം ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ. പലരോടും നമ്മൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഇത് പൊങ്ങി വരും. അതുകൊണ്ട് നെഗറ്റീവ്സ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് കേൾക്കാൻ നമ്മൾ നിൽക്കാതെ പ്രത്യേകിച്ചും അവർക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരു പക്ഷെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ നമ്മുടെ വാകളെ തുറന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയാം, കർത്താവെ എൻ്റെ ഹൃദയത്തിന് വ്യത്യാസം തരണം. കാരണം ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഗുഡ് ഫോർ എസ്. അത് നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കത്തില്ല, ശാരീരികമായി പോലും. പിന്നല്ലേ ആത്മീയമായുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടതിന് വളരെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം പറയുകയാണ്, യെസ് യു നീഡ് ടു വർക്ക് ഓൺ ദിസ് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ആൻഡ് ദാറ്റ് നീഡ് ടു ബി ചേഞ്ച്ഡ് ടു എ ഹെവൻലി വിസ്ഡം. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചൊവ്വാഴ്ച വാക്യം വായിച്ചാണ് 17ാമത്തെ വാക്യം. വിസ്ഡം ദാറ്റ് ഈസ് ഫ്രം എബവ് ഈസ് ഫസ്റ്റ് പ്യുവർ 3:17. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷാപാതവും കപടവും ഇല്ലാത്തതുമാവുന്നു. അപ്പം ഉയരത്തിലെ ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. ഉയരത്തിലെ ജ്ഞാനം വളരെ സൗമ്യമായ ഒരു ജ്ഞാനം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിറയുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് സർദീസിലെ സഭയോട് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തു തന്നെ എഴുതുന്ന സഭയിൽ കർത്താവ് തന്നെ എഴുതി കൊടുത്ത ആ ഒരു ലെറ്ററിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ സുവിശേഷം കേട്ടതിന് ശേഷം ആ ഒരു ഇനിഷ്യലായിട്ടുള്ളൊരു സന്തോഷവും കർത്താവിൻ്റെ കൂടെ നടന്നതിന് ശേഷം കർത്താവ് സർദീസിലെ സഭയോട് സംസാരിക്കുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അവരോട് പറയുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാക്യങ്ങൾ നമ്മൾ കേട്ടതാണ്. നിങ്ങൾക്ക് പേരുണ്ട് എന്ന് പറയുന്നെങ്കിലും നിങ്ങൾ ആരാണ്? 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിച്ചാട്ടെ 1-ാമത്തെ വാക്യം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാവുന്നു. മരിച്ച അവസ്ഥയിലിരിക്കുന്ന അപ്പം നമ്മൾ ചോദിക്കും, മരിച്ച അവസ്ഥയിലിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഡിഫറെൻറ്റ് ഡിസ്കഷൻ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ കർത്താവ് തന്നെ പറയുകയാണ്, മരിച്ചവനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പിന്നെയും അതിനെക്കുറിച്ച് കേട്ടു. അവിടെ ചാകാറായിരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ICU കണ്ടീഷനിലിരിക്കുന്നവരുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് പിന്നെയും നമ്മൾ കേട്ടു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഓക്കെ, അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ഉറക്കം തട്ടിയവരുണ്ട്. അവരോടൊക്കെ കർത്താവിന് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ഇതല്ലേ നമ്മുടെ പ്രത്യാശ. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ കർത്താവായ പിതാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് കർത്താവിന് ഒരു മടിയും കൂടാതെ പറയുവാണ്, ദിസ് ഈസ് മൈ ബ്രദർ, ദിസ് ഈസ് മൈ സിസ്റ്റർ,
എന്ന് കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും, ലജ്ജ കൂടാതെ ഏറ്റുപറയും. പക്ഷെ അതിന് ഇപ്പം എന്തോ വേണം? ഉടുപ്പ് മലിനമാകാതെ. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ച 4-ാമത്തെ വാക്യം, യു ഹാവ് ഫ്യൂ നെയിംസ് ഈവൻ ഇൻ സർദീസ് ഹു ഹാവ് നോട്ട് ഡിഫൈൽഡ് ദെയർ ഗാർമെൻറ്റ്സ്. ഉടുപ്പ് മലിനമാകാതെ ചിലർ നിങ്ങളുടെ മക്കയിലുണ്ട്. ആൻഡ് ദേ ഷാൽ വാക്ക് വിത്ത് മീ ഇൻ വൈറ്റ് ഫോർ ദേ ആർ വേർതി. അപ്പം ആൻഡ് ഈ ഹു ഓവർകംസ്, ജയിക്കുന്നവൻ, കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആ പിതാവിൻ്റെ മുമ്പിൽ നമ്മളെ ഏറ്റുപറയുമെന്ന് പറഞ്ഞു. സൗരങ്ങളെ, ഈസ് ദാറ്റ് അവർ കോളിംഗ്? നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനത്തിനകത്തോട് നോക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയുകയാണ്, യെസ്, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടുകൊണ്ടത് ശരിയാണ്. അവൻ നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ഓൾ ദീസ് തിങ്സ് ഇൻ അവർ ലൈഫ്. നിത്യജീവൻ, നമ്മൾ ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ക്രെഡിറ്റ് ചെയ്തു, ശരിയാണ്. പക്ഷേ ഹി പുട്ട് എ ട്രസ്റ്റ് ഓൺ അസ്, ഹി പുട്ട് എ ഫെയ്ത്ത് ഓൺ അസ് ദാറ്റ് വി വിൽ വർക്ക് ദ വർക്ക് വിച്ച് ഹി കമ്മിറ്റഡ്. നമ്മളിൽ ദൈവം ഏൽപ്പിച്ച വിശ്വാസത്തിന് അനുകൂലമായ അല്ലെങ്കിൽ അനുസൃതമായ ഒരു നടപ്പ് നമ്മളിൽ നിന്നും ഉണ്ടാകും എന്ന്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചത്തതാണ് എന്നാണ് യാക്കോബ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനോട് പറയേണ്ട കാര്യം, കർത്താവേ ഹെൽപ്പ് മീ. ഇറ്റ് ഈസ് നോട്ട് വൺ ഡേ ജോബ്. നമ്മളുടെ ഈ ടങ്ങിനെ പിടിച്ച് കെട്ടുക എന്നൊക്കെ പറയുന്ന അത്ര ഒറ്റ ദിവസത്തെ പണിയൊന്നുമല്ല. ദ ലോർഡ് ഹാവ് ടു വർക്ക് വിത്ത് അസ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വല്ലപ്പോഴും ഇവിടെ വന്ന് വായിക്കാനൊന്നുമല്ല പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പിന്നെയും ഉത്സാഹിപ്പിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ വചനം. ആ വചനം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ സമയമെടുക്കണം. അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണല്ലോ, അത് കണ്ടിട്ട് പോകുന്നവരായിട്ടല്ല, സീരിയസ് ആയിട്ട് ഏറ്റെടുക്കണം. പിന്നെ നമ്മൾ ചില വാക്യങ്ങൾ കേട്ടു പറഞ്ഞിരിക്കുന്ന, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നോക്കി പാർക്കേണ്ട ചിലരെക്കുറിച്ച് നമ്മൾ കേട്ടു. വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് പീപ്പിൾ ആൻഡ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് our brothers and sisters who are in need. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മുടെ വായിലെ വാക്കുകൾ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച്, പാർഷ്യാലിറ്റി ഇല്ലാതെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് വളരെ റിച്ചായിട്ടുള്ള, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിളാണ് യാക്കോബിൻ്റെ. നമ്മൾ 2-3 അധ്യായത്തിലൂടെ പോകുള്ളൂ, ഇനി 4-5 കിടക്കുന്നു. വിൽ ടേക്ക് ഇറ്റ് സം അതർ ടൈം. ബട്ട് ദെൻ ലുക്ക് അറ്റ് ദിസ് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഒരു കൺസേൺ ഇതാണ്, ഇഫ് വി ആർ വട്ട് എവർ മേ ബി ലിറ്റിൽ, നമുക്ക് മനസ്സിലായത് 1-2 കാര്യം മാത്രമേ ഉള്ളൂ എങ്കിലും, ടേക്ക് വൺ സ്റ്റെപ്പ് വിത്ത് ജീസസ്. ടേക്ക് വൺ സ്റ്റെപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീസസ്. യേശുവിൻ്റെ കൂടെ ഒരു പാദമെങ്കിലും എടുത്ത് മുമ്പോട്ട് വെക്ക്. കർത്താവെ, എന്നെ സഹായിക്കണം. ലോർഡ്, ഐ വോണ്ട് ടു ഗോ ഫോർവേഡ് ടു യു. എന്നിട്ട് വേണം നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ, ലോർഡ്, എനിക്ക് നിത്യത എൻ്റെ കണ്ണിൽ മുൻപിൽ എഴുതണേ. കർത്താവെ, ദിസ് ഇസ് വാട്ട് ഐ വോണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് അപ്പോസ്റ്റലൻ പറയുന്നത്, when no step is taken and you are only saying things, you are deceiving yourself. So you need to take steps. And if you do that, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരെക്കുറിച്ച് സന്തോഷത്തോടെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുവാനായിട്ട്, കർത്താവ് സന്തോഷത്തോടെ ഏറ്റുപറയാൻ ഒരു മടിയും അദ്ദേഹത്തിന് ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും. നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.